ഹലോ സ്റ്റുഡൻസ്, വ്യത്യസ്ത തരം റിലേകൾ, കപ്പാസിറ്ററുകൾ, OLPകൾ എന്നിവയും മറ്റും ഉപയോഗിച്ച് RSIR, CSIR, PSC, CSR രീതികൾ ഉപയോഗിച്ച് കംപ്രസർ മോട്ടോർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഈ സെഷനിൽ അറിയാം. ലക്ഷ്യങ്ങൾ. ഈ ആക്ടിവിറ്റിയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. RSIR രീതിയിലുള്ള റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ രീതി ഉപയോഗിച്ച് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുക. CSIR രീതിയിലുള്ള കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ രീതിയിലുള്ള കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുക. PSC രീതിയിലുള്ള പെർമനന്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ രീതി ഉപയോഗിച്ച് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുക. CSR രീതിയിലുള്ള കപ്പാസിറ്റർ സ്റ്റാർട്ട് റൺ രീതി ഉപയോഗിച്ച് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഉപകരണങ്ങൾ, സജ്ജീകരണങ്ങൾ, ആവശ്യമുള്ള വസ്തുക്കൾ എന്നിവ നോക്കാം. ട്രെയിനീസ് കിറ്റ്, ലൈൻ ടെസ്റ്റർ, ടെസ്റ്റ് ലാമ്പ്, ടെസ്റ്റ് ബോർഡ്, 3x20 wires in each color, clamp meter, capacitor test circuit with a protective case, resistance start induction run circuit, capacitor start induction run circuit, permanent split capacitor circuit, capacitor start run circuit, refrigeration unit, installation tape. ഇനി വിവിധ തരത്തിലുള്ള റിലേകൾ, കപ്പാസിറ്ററുകൾ, OLPകൾ എന്നിവ ഉപയോഗിച്ച് RSIR, CSIR, PSC, CSR എന്നീ രീതികൾ ഉപയോഗിച്ച് കംപ്രസർ മോട്ടോർ ആരംഭിക്കുന്ന പ്രക്രിയ പര്യവേക്ഷണം ചെയ്യാം. റെസിസ്റ്റൻസ് സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ വഴി ഒരു കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുക, അതായത് RSIR രീതി. ഇലക്ട്രിക്കൽ കോമ്പണന്റ്സിൽ വർക്ക് ചെയ്യുന്നതിനു മുൻപ് ഉചിതമായ സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കുക. മോട്ടറിന്റെ കോൺഫിഗറേഷൻ മനസ്സിലാക്കുക. തുടർന്ന് ഉയർന്ന റെസിസ്റ്റൻസ് ഉള്ള സ്റ്റാർട്ട് വൈൻഡിംഗ്, കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള റൺ വൈൻഡിംഗ്, സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ, റിലേ എന്നിവ തിരിച്ചറിയുക. നൽകിയിരിക്കുന്ന സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് കോമ്പണന്റ്സ് കണക്ട് ചെയ്യുക. വയറിംഗ് കണക്ഷനുകൾ പരിശോധിക്കുക. സ്റ്റാർട്ട് വൈൻഡിംഗ് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററുമായി സീരീസിൽ ശരിയായി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. എല്ലാ കണക്ഷനുകളും സുരക്ഷിതമായും ശരിയായ ക്രമത്തിലാണെന്നും ഉറപ്പാക്കുക. ആക്സിഡന്റൽ സ്റ്റാർട്ടപ്പുകൾ തടയാൻ കംപ്രസറിലേക്കുള്ള വൈദ്യുതി വിതരണം ഓഫ് ചെയ്യുക. വോൾട്ടേജ് ടെസ്റ്റർ അല്ലെങ്കിൽ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുക. വൈദ്യുതി വിതരണം ഓണാക്കി മോട്ടറിന്റെ ഇനീഷ്യൽ റെസ്പോൺസ് നിരീക്ഷിക്കുക. ഇത് കറങ്ങാൻ തുടങ്ങുന്നതിന് കുറച്ച് സെക്കൻഡുകൾ അനുവദിക്കുക. സ്റ്റാർട്ടപ്പ് സമയത്ത് മോട്ടറിന്റെ സ്വഭാവം നിരീക്ഷിക്കുക. വയറിംഗ് പ്രശ്നമോ മോട്ടോർ തകരാറോ സൂചിപ്പിക്കുന്ന അസാധാരണമായ ശബ്ദങ്ങളോ വൈബ്രേഷനുകളോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സ്റ്റാർട്ടപ്പിന് ശേഷം കംപ്രസർ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അസാധാരണമായ ശബ്ദങ്ങളോ അമിതമായ വൈബ്രേഷനുകളോ അമിത ചൂടിന്റെ പ്രശ്നങ്ങളോ ഇല്ലെന്ന് ഉറപ്പാക്കുക. മോട്ടോർ സ്ഥിരത നേടിയതിനു ശേഷം ഒരു ബ്രീഫ് ഇൻസ്പെക്ഷൻ നടത്തുക. സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് കറണ്ടുകൾ പരിശോധിക്കാൻ ആരംഭിക്കുക. സാധാരണയായി ഇലക്ട്രിക്കൽ പാനലിലോ മോട്ടറിന് സമീപത്തോ കാണപ്പെടുന്ന സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് കറണ്ടുകൾ അളക്കാൻ കഴിയുന്ന ടെർമിനലുകൾ കണ്ടെത്തുക. AC കറണ്ട് അളക്കാൻ കഴിവുള്ള ഒരു ക്ലാമ്പ് മീറ്റർ ഉപയോഗിക്കുക. പ്രതീക്ഷിക്കുന്ന കറണ്ട് മൂല്യങ്ങൾക്ക് അനുയോജ്യമായ പരിധിയിലേക്ക് മീറ്റർ സെറ്റ് ചെയ്യുക. പവർ സപ്ലൈ കംപ്രസറുമായി ബന്ധിപ്പിക്കുക. പവർ സോഴ്സ് ഓൺ ആക്കുക. കംപ്രസറിനെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കാനും സ്ഥിരപ്പെടുത്താനും അനുവദിക്കുക. മോട്ടറിന്റെ സപ്ലൈ വയറുകളിലൊന്നിനു ചുറ്റും ക്ലാമ്പ് മീറ്റർ സ്ഥാപിക്കുക. സ്റ്റാർട്ട് വൈൻഡിംഗുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന വയർ. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറന്റ് റീഡിംഗ് രേഖപ്പെടുത്തുക. സ്റ്റാർട്ടിംഗ് കറന്റ് സാധാരണയായി റണ്ണിംഗ് കറന്റിനേക്കാൾ കൂടുതലാണെന്നത് ശ്രദ്ധിക്കുക. മോട്ടോർ സ്ഥിരത കൈവരിക്കുകയും സുഗമമായി പ്രവർത്തിക്കുകയും ചെയ്ത ശേഷം റണ്ണിംഗ് കറന്റ് അളക്കുക. മോട്ടോർ അതിന്റെ പതിവ് പ്രവർത്തന അവസ്ഥയിലായിരിക്കുമ്പോൾ
കറണ്ട് നിരീക്ഷിച്ചുകൊണ്ട് മോട്ടറിന്റെ സപ്ലൈ വയറിൽ ഒന്നിനു ചുറ്റും മീറ്റർ വീണ്ടും അമർത്തുക. സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് കറണ്ടുകളുടെ അളവ് രേഖപ്പെടുത്തുക. മോട്ടറിന്റെ അവസ്ഥ വിലയിരുത്തുന്നതിന് മോട്ടറിന്റെ സ്പെസിഫിക്കേഷൻസുമായോ റെക്കമെൻഡ് ചെയ്യപ്പെട്ട മൂല്യങ്ങളുമായോ ഈ റീഡിംഗ് കമ്പയർ ചെയ്യുക. റെക്കോർഡ് ചെയ്ത കറണ്ടുകളെ മാനുഫാക്ചറിന്റെ സ്പെസിഫിക്കേഷൻസുമായി കമ്പയർ ചെയ്യുക. എക്സ്പെക്റ്റഡ് വാല്യൂവിൽ നിന്നുള്ള ഗണ്യമായ വ്യതിയാനം മോട്ടോർ ഓവർലോഡ്, കപ്പാസിറ്റർ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു വൈദ്യുത തകരാറുകൾ പോലുള്ള പ്രശ്നങ്ങൾ സൂചിപ്പിക്കാം. CSIR രീതിയായ കപ്പാസിറ്റർ സ്റ്റാർട്ട്, ഇൻഡക്ഷൻ, റൺ രീതി ഉപയോഗിച്ച് ഒരു കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ കോമ്പണന്റ്സുമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഉചിതമായ സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. വയറിംഗ് കണക്ഷനുകൾ പരിശോധിക്കുക. സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് കറണ്ടുകൾ അളക്കാൻ കഴിയുന്ന ടെർമിനലുകൾ തിരിച്ചറിയുക. സാധാരണയായി ഈ ടെർമിനലുകൾ ഇലക്ട്രിക്കൽ പാനലിലോ മോട്ടറിന് സമീപത്തോ ആണ് സ്ഥിതി ചെയ്യുന്നത്. AC കറന്റ് അളക്കാൻ കഴിയുന്ന ഒരു ക്ലാം മീറ്റർ ഉപയോഗിക്കുക. എക്സ്പെക്റ്റഡ് കറന്റ് വാല്യൂവിനെ അടിസ്ഥാനമാക്കി അനുയോജ്യമായ പരിധിയിലേക്ക് മീറ്റർ ക്രമീകരിക്കുക. പവർ സപ്ലൈ കംപ്രസറുമായി ബന്ധിപ്പിക്കുക. പവർ ഓണാക്കി കംപ്രസറിനെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കാനും സ്ഥിരപ്പെടുത്താനും അനുവദിക്കുക. കംപ്രസർ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് കറണ്ടുകൾ പരിശോധിക്കുക. മോട്ടറിന്റെ സപ്ലൈ വയറുകളിൽ ഒന്നിനു ചുറ്റും ക്ലാം മീറ്റർ സ്ഥാപിക്കുക. സ്റ്റാർട്ട് വൈൻഡിങ്ങുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് നല്ലത്. മോട്ടോർ ആരംഭിക്കുമ്പോൾ കറന്റ് റീഡിംഗ് ശ്രദ്ധിക്കുക. CSIR മോട്ടോറുകളിൽ സ്റ്റാർട്ടിംഗ് കറന്റ് സാധാരണയായി റണ്ണിംഗ് കറന്റിനെ മറികടക്കുന്നു. മോട്ടോർ സ്ഥിരത കൈവരിക്കുകയും സ്ഥിരമായി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റണ്ണിംഗ് കറന്റ് അളക്കുക. മോട്ടറിന്റെ സപ്ലൈ വയറുകളിൽ ഒന്നിനു ചുറ്റും ക്ലാം മീറ്റർ വീണ്ടും സ്ഥാപിക്കുകയും മോട്ടോർ സാധാരണഗതിയിൽ പ്രവർത്തിക്കുമ്പോൾ കറന്റ് നിരീക്ഷിക്കുകയും ചെയ്യുക. സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് കറണ്ടുകളുടെ അളവ് രേഖപ്പെടുത്തുക. ഈ റീഡിംഗുകൾ മോട്ടറിന്റെ സ്പെസിഫിക്കേഷൻസുമായോ ശുപാർശ ചെയ്യപ്പെട്ട വാല്യൂസുമായോ താരതമ്യം ചെയ്യുക. മാനുഫാക്ചറിന്റെ സ്പെസിഫിക്കേഷന് വിരുദ്ധമായി റെക്കോർഡ് ചെയ്ത കറണ്ടുകൾ പരിശോധിക്കുക. പ്രതീക്ഷിക്കുന്ന വാല്യൂസിൽ നിന്ന് എന്തെങ്കിലും കാര്യമായ വ്യതിയാനങ്ങൾ മോട്ടോർ ഓവർലോഡ്, കപ്പാസിറ്റർ തകരാറുകൾ അല്ലെങ്കിൽ മറ്റ് വൈദ്യുത പ്രശ്നങ്ങൾ പോലുള്ള പ്രശ്നങ്ങളെ സൂചിപ്പിക്കാം. PSC രീതിയിലുള്ള പെർമനന്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ രീതി ഉപയോഗിച്ച് ഒരു കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ കോമ്പണന്റുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉചിതമായ സേഫ്റ്റി ഗിയർ ഉപയോഗിക്കുക. സർക്യൂട്ട് ഡയഗ്രം പിന്തുടർന്ന് കോമ്പണന്റുകൾ കണക്ട് ചെയ്യുക. വയറിംഗ് കണക്ഷനുകൾ പരിശോധിക്കുക. ഇലക്ട്രിക്കൽ പാനലിലോ മോട്ടറിന് സമീപമോ സാധാരണയായി കാണപ്പെടുന്ന സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് കറന്റ് അളക്കുന്നതിനുള്ള ടെർമിനലുകൾ കണ്ടെത്തുക. AC കറന്റ് അളക്കാൻ കഴിവുള്ള ഒരു ക്ലാം മീറ്റർ ഉപയോഗിക്കുക. പ്രതീക്ഷിക്കുന്ന കറന്റ് വാല്യൂസിനായി മീറ്ററിനെ ഉചിതമായ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുക. കംപ്രസറിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുക. പവർ സ്രോതസ് ഓൺ ആക്കുക. കംപ്രസർ അതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാനും സ്ഥിരപ്പെടുത്താനും അനുവദിക്കുക. കംപ്രസർ സ്റ്റാർട്ട് ചെയ്ത് ഇനീഷ്യൽ, റണ്ണിംഗ് എന്നീ കറണ്ടുകൾ അളക്കുക. മോട്ടറിന്റെ സപ്ലൈ വയറുകളിൽ ഒന്നിനു ചുറ്റും ക്ലാം മീറ്റർ സ്ഥാപിക്കുക. കഴിയുമെങ്കിൽ കംപ്രസർ മോട്ടറുമായി നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വയർ. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറന്റ് റീഡിംഗ് രേഖപ്പെടുത്തുക. PSC മോട്ടോറുകളിലെ സ്റ്റാർട്ടിംഗ് കറന്റ് മറ്റ് സ്റ്റാർട്ടിംഗ് രീതികളെ പോലെ കാര്യമായ കുതിച്ചുചാട്ടം പ്രകടിപ്പിക്കാൻ ഇടയില്ല എന്നത് ശ്രദ്ധിക്കുക. മോട്ടോർ സ്ഥിരത കൈവരിക്കുകയും സുഗമമായി പ്രവർത്തിക്കുകയും ചെയ്ത ശേഷം റണ്ണിംഗ് കറന്റ് അളക്കുക. മോട്ടോർ അതിന്റെ റെഗുലർ ഓപ്പറേഷണൽ നിലയിലായിരിക്കുമ്പോൾ കറന്റ് നിരീക്ഷിച്ച് മോട്ടറിന്റെ സപ്ലൈ വയറുകളിൽ ഒന്നിനു ചുറ്റും ക്ലാം മീറ്റർ വീണ്ടും മുറുകെ പിടിപ്പിക്കുക. സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് എന്നീ കറന്റുകളുടെ റീഡിംഗ് നോട്ട് ചെയ്യുക. മോട്ടറിന്റെ സ്പെസിഫിക്കേഷനുകളുമായോ ശുപാർശ ചെയ്ത മൂല്യങ്ങളുമായോ ഈ റീഡിംഗ് താരതമ്യം ചെയ്യുക. കപ്പാസിറ്റർ സ്റ്റാർട്ട്, റൺ ഉപയോഗിച്ച് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്നു, അതായത് CSR രീതി.
ഇലക്ട്രിക്കൽ കോമ്പണന്റ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ഉചിതമായ സുരക്ഷാ ഗിയർ ഉപയോഗിക്കുക. സർക്യൂട്ട് ഡയഗ്രം പിന്തുടർന്ന് കോമ്പണന്റുകൾ കണക്ട് ചെയ്യുക. വയറിംഗ് കണക്ഷനുകൾ പരിശോധിക്കുക. സാധാരണയായി ഇലക്ട്രിക്കൽ പാനലിലോ മോട്ടോറിന് സമീപമോ കാണപ്പെടുന്ന സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് എന്നീ കറന്റുകൾ അളക്കാൻ കഴിയുന്ന ടെർമിനലുകൾ കണ്ടെത്തുക. AC കറന്റ് അളക്കാൻ കഴിവുള്ള ഒരു ക്ലാം മീറ്റർ ഉപയോഗിക്കുക. പ്രതീക്ഷിക്കുന്ന കറന്റ് വാല്യൂസിനായി മീറ്ററിനെ ഉചിതമായ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുക. CSR സെറ്റപ്പുമായി ബന്ധപ്പെട്ട കപ്പാസിറ്റർ നല്ല നിലയിലാണെന്നും ശരിയായി കണക്ട് ചെയ്തെന്നും ഉറപ്പാക്കുക. തെറ്റായ കപ്പാസിറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതും റൺ ചെയ്യുന്നതും കറന്റുകളെ ബാധിക്കും. കംപ്രസർ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിംഗ്, റണ്ണിംഗ് എന്നീ കറന്റുകൾ പരിശോധിക്കുക. കംപ്രസറിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുക. പവർ സോഴ്സ് ഓൺ ആക്കുക. കംപ്രസർ ഓൺ ചെയ്ത് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാനും സ്ഥിരപ്പെടുത്താനും അനുവദിക്കുക. മോട്ടറിന്റെ സപ്ലൈ വയറുകളിൽ ഒന്നിനു ചുറ്റും ക്ലാം മീറ്റർ സ്ഥാപിക്കുക. സ്റ്റാർട്ട് വൈൻഡിങ്ങിലേക്കോ കപ്പാസിറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്ന ടെർമിനലിലേക്കോ ബന്ധിപ്പിച്ചിരിക്കുന്ന വയർ കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറന്റ് റീഡിംഗ് രേഖപ്പെടുത്തുക. CSR മോട്ടോറുകളിലെ സ്റ്റാർട്ടിംഗ് കറന്റ് റണ്ണിംഗ് കറന്റിനേക്കാൾ കൂടുതലായിരിക്കും. മോട്ടോർ സ്റ്റെബിലിറ്റി കൈവരിക്കുകയും സുഗമമായി പ്രവർത്തിക്കുകയും ചെയ്ത ശേഷം റണ്ണിംഗ് കറന്റ് അളക്കുക. മോട്ടോർ അതിന്റെ പതിവ് പ്രവർത്തന നിലയിലായിരിക്കുമ്പോൾ കറന്റ് നിരീക്ഷിച്ച് മോട്ടോറിന്റെ സപ്ലൈ വയറുകളിൽ ഒന്നിനു ചുറ്റും ക്ലാം മീറ്റർ വീണ്ടും മുറുകെ പിടിപ്പിക്കുക. സ്റ്റാർട്ടിംഗ് കറന്റ്, റണ്ണിംഗ് കറന്റ് എന്നിവയുടെ റീഡിംഗ് എടുക്കുക. മോട്ടറിന്റെ സ്പെസിഫിക്കേഷനുകളുമായോ ശുപാർശ ചെയ്ത വാല്യൂസുമായോ ഈ റീഡിംഗുകൾ താരതമ്യം ചെയ്യുക. റീക്യാപ്പ്: ഈ ടോപ്പിക്കിൽ ഒരു കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഇനി പറയുന്ന 4 രീതികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. RSIR രീതിയിലുള്ള റെസിസ്റ്റൻസ് സ്റ്റാർട്ട്, ഇൻഡക്ഷൻ, റൺ രീതി ഉപയോഗിച്ച് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്നത്, CSIR രീതിയിലുള്ള കപ്പാസിറ്റർ സ്റ്റാർട്ട്, ഇൻഡക്ഷൻ, റൺ രീതി ഉപയോഗിച്ച് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്നത്, PSC രീതിയിലുള്ള പെർമനന്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ രീതി ഉപയോഗിച്ച് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്നത്, CSR രീതിയിലുള്ള കപ്പാസിറ്റർ സ്റ്റാർട്ട്, റൺ രീതി ഉപയോഗിച്ച് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. വ്യത്യസ്ത തരം റിലേകൾ, കപ്പാസിറ്ററുകൾ, OLPകൾ മുതലായവ ഉപയോഗിച്ച് RSIR, CSIR, PSC, CSR രീതികൾ ഉപയോഗിച്ച് കംപ്രസർ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രക്രിയ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി സ്റ്റുഡൻസ്. അടുത്ത സെഷനിൽ നമുക്ക് കാണാം. ബൈ.